നമസ്കാരം. ഉരയ്ക്കല്ലേ പാകിസ്ഥാനെ, കടിക്കാൻ നീയൊന്നും വളർന്നിട്ടില്ല. നെഞ്ചും വിരിച്ചു നിന്ന് വെല്ലുവിളിക്കുന്നത് കോടിക്കണക്കിന് വരുന്ന ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഇന്ത്യൻ ജനത മുഴുവനാണ്. ഇന്ത്യയോട് കളിച്ചാൽ പാകിസ്ഥാൻ ഈ ഭൂപടത്തിൽ പോലും ഉണ്ടാകില്ല എന്ന ശക്തമായ താക്കീത് പാകിസ്ഥാന് ഒരിക്കൽ കൂടി നൽകിക്കൊണ്ട് ഇന്ത്യ വീണ്ടും തല ഉയർത്തി നിൽക്കുകയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിനു ശേഷം ഇന്ത്യ നൽകിയ തിരിച്ചടികൾ ഓരോന്നും പാകിസ്ഥാൻ ആജീവനാന്തം മറക്കാൻ കഴിയുന്നതല്ല. പാകിസ്ഥാന്റെ ഓരോ ചുവടിലും അടികൊടുക്കാൻ തരത്തിൽ ഇന്ത്യ സദാ സജ്ജരായിരിക്കുന്ന കാഴ്ചയാണ് പിന്നീട് ലോക രാഷ്ട്രങ്ങൾ മുഴുവൻ കണ്ടത്. ഒരു അനുനയത്തിനും ഭീഷണിക്ക് പോലും വശംവദരാകാതെ പാകിസ്ഥാൻ ഇന്ത്യയോട് കാണിച്ച നെറികേടിന് ശക്തമായ ഭാഷയിൽ അന്നു മുതൽ ഈ നിമിഷം വരെ മോദി ഓപ്പറേഷൻ സിന്ധൂറിന്റെ പ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടുപോവുകയാണ്. ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ല എന്ന മോദിയുടെ പ്രഖ്യാപനം അക്ഷരാർത്ഥത്തിൽ ശരിയായിരുന്നു എന്ന് അന്നു മുതൽ പാകിസ്ഥാൻ നേരിടുന്ന ഇന്ത്യയുടെ ശക്തമായ ഓരോ പ്രതിരോധങ്ങളിൽ നിന്നും തിരിച്ചടികളിൽ നിന്നും വ്യക്തമാണ്. ഇന്ത്യയെ ഒരു തരത്തിലും ഇനി തൊടാൻ കഴിയില്ല എന്ന ബോധ്യം വന്നതോടെയാണ് ട്രംപിനെ കൂടെ നിർത്താനും സൗദി അറേബ്യയെ കൂടെ നിർത്താനും ഒക്കെയുള്ള ശ്രമങ്ങൾ പാകിസ്ഥാൻ നടത്തിയത്. ഒന്നുമല്ലെങ്കിലും ഇന്ത്യക്കു നേരെ കുരച്ചു ചാടിയെങ്കിലും ഇന്ത്യയെ ആക്രമിച്ചു എന്ന തരത്തിൽ സംതൃപ്തരാകാമെന്നു കരുതി കിട്ടിയിരുന്ന അവസരമൊക്കെ ഇന്ത്യക്കെതിരെ വാക്കുകൾ കൊണ്ട് യുദ്ധം നടത്തുകയാണ് പാകിസ്ഥാൻ. എന്നാൽ കുരയ്ക്കുന്ന നായ കടിക്കില്ല എന്നറിയാവുന്ന മോദി മണ്ണിൽ മുളച്ച പുല്ലിന്റെ വില പോലും പാകിസ്ഥാന്റെ ഈ വീരവാദത്തിന് കൊടുത്തിട്ടില്ല. ഇപ്പോൾ പാക് അധിനിവേശ കശ്മീരിലെ ജനങ്ങൾ തന്നെ പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പുന്ന അവസരത്തിൽ പാകിസ്ഥാന് അവസാന താക്കീത് നൽകിയിരിക്കുകയാണ് ഇന്ത്യ. ലോക ഭൂപടത്തിൽ സ്ഥാനം നിലനിർത്തണമെങ്കിൽ സ്വന്തം മണ്ണിൽ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് പാകിസ്ഥാൻ അവസാനിപ്പിക്കണമെന്ന താക്കീതുമായി കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ഇനി സംഘർഷാവസ്ഥയുണ്ടായാൽ ഓപ്പറേഷൻ സിന്ധൂർ വേളയിൽ പ്രകടിപ്പിച്ച സംയമനം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാവില്ല എന്നും രാജസ്ഥാനിലെ ശ്രീരംഗ നഗർ ജില്ലയിലെ അനൂപ്ഗഡിൽ സൈനികരെ അഭിസംബോധന ചെയ്യവേ ജനറൽ ദ്വിവേദി പറഞ്ഞു. ഇന്ത്യ സദാ പൂർണ്ണ സജ്ജമാണ്. ലോക ഭൂപടത്തിൽ തുടരണോ വേണ്ടയോ എന്ന് പാകിസ്ഥാനെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന തരത്തിലായിരിക്കും ഇനി ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നീക്കം. ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ ഒരവസരം ഉടനെ എത്തും. ഓപ്പറേഷൻ സിന്ധൂർ വേളയിൽ പാകിസ്ഥാനിലെ ഭീകരവാദ താവളങ്ങളുടെ തെളിവുകൾ ഇന്ത്യ ലോകത്തിന് കൈമാറി. ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാന്റെ ഉള്ളിൽ കടന്നു ചെന്ന് 9 താവളങ്ങളാണ് ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയത്. പാകിസ്ഥാൻ ഭീകരവാദികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനാലാണ് അവരെ ഇന്ത്യക്ക് ലക്ഷ്യമിടേണ്ടി വന്നത്. പാക് ജനതയെ കുറിച്ച് ഇന്ത്യക്ക് യാതൊരു പരാതിയുമില്ല. അതിർത്തിയിലെ ജനതയെ സൈനികരായാണ് കാണുന്നത്. അതിനർത്ഥം അവർ യുദ്ധത്തിൽ ഇന്ത്യക്കൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുമെന്ന്. 1965-ലെയും 71-ലെയും യുദ്ധങ്ങളിൽ സാധാരണ പൗരൻ സൈന്യത്തോടൊപ്പം തോളോട് തോൾ ചേർന്ന് പോരാടി. ഇനി അങ്ങോട്ടും അതുണ്ടാകണമെന്നും കരസേനാ മേധാവി പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിനിടെ അമേരിക്കൻ നിർമ്മിത F-16 ചൈനീസ് നിർമ്മിത JF-17 ഉൾപ്പെടെ പാകിസ്ഥാന്റെ 10 യുദ്ധവിമാനങ്ങൾ തകർത്തെന്ന് വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് പറഞ്ഞു. 93ാമത് വ്യോമസേനാ ദിനാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ പത്രസമ്മേളനത്തിലാണ് ഈ വെളിപ്പെടുത്തൽ ഉണ്ടായത്. പാകിസ്ഥാനിൽ 300 കിലോമീറ്റർ ഉള്ളിൽ വരെ ആക്രമണം നടത്തിയെന്നും 4 വ്യോമ കേന്ദ്രങ്ങളിലെ 4 റഡാറുകൾ, 2 കേന്ദ്രങ്ങളിലെ കമാൻഡ് സെന്ററുകൾ, 2 കേന്ദ്രങ്ങളിലെ റൺവേകൾ, 3 കേന്ദ്രങ്ങളിലെ യുദ്ധവിമാന ഹാങ്ങറുകൾ എന്നിവ ഇന്ത്യ തകർത്തു എന്നും ഇന്ത്യ അഭിമാനത്തോടെയാണ് വിളിച്ചു പറഞ്ഞത്. സ്വന്തം അതിർത്തിക്കുള്ളിൽ നിശ്ചിത ദൂരപരിധിക്കുള്ളിൽ പോലും പ്രവർത്തിക്കാനാകില്ല എന്ന് അവർക്ക് വ്യക്തമായിട്ടുണ്ടെന്നും അഭിമാനത്തോടെ ഇന്ത്യ ഓർമ്മിപ്പിച്ചു. F-16 JF-17 വിഭാഗത്തിൽപ്പെട്ട 4-5 യുദ്ധവിമാനങ്ങൾ, നിരീക്ഷണ വിമാനം, C-130 ഗതാഗത വിമാനം, സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം എന്നിവ തകർത്തവയിലുണ്ട്. സുദർശൻ ചക്ര എന്ന വ്യോമ പ്രതിരോധ സംവിധാനത്തിന് കീഴിൽ 3 സേനകളും ഇപ്പോൾ പ്രവർത്തിച്ചു തുടങ്ങിയെന്നും വ്യോമസേനാ മേധാവി പറഞ്ഞു. ഇന്ത്യയുടെ 7 യുദ്ധവിമാനങ്ങൾ വീഴ്ത്തിയെന്ന പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ അവകാശവാദം അവരുടെ മനോഹര കഥകളാണ് എന്നും അവരുടെ അഭിമാനം സംരക്ഷിക്കാനും അവിടുത്തെ ജനങ്ങളെ തൃപ്തിപ്പെടുത്താനും ചിലപ്പോ അവർക്ക് ഇത്തരം കഥകളൊക്കെ കാണിക്കേണ്ടി വരുമെന്ന പുച്ഛ പരാമർശവും അദ്ദേഹം നടത്തി.
സംയുക്ത പ്രതിരോധ സംവിധാനം 3 സേനകളിൽ മാത്രമായി ഒതുങ്ങരുതെന്നും സേനകളുമായി ചേർന്നുള്ള മറ്റ് ഏജൻസികളെയും ചേർത്താവണം തിയേറ്റർ കമാൻഡ് രൂപീകരിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് പാകിസ്ഥാൻ, ഒരു പക്ഷേ അവസാന ഓർമ്മപ്പെടുത്തലും താക്കീത്. പാകിസ്ഥാൻ എന്നൊരു രാജ്യം ഉണ്ടായിരുന്നു എന്ന് ഇന്ത്യൻ കുട്ടികളെ കൊണ്ട് പാഠപുസ്തകത്തിൽ വായിക്കാൻ ഇടയാക്കല്ലേ പാക്കികളെ. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വിളിച്ചു ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച